നമസ്കാരം. ഞാനിന്ന് തിരുവനന്തപുരത്താണ്. നമ്മുടെ മേക്ക് ഇൻ വില്ലേജിന്റെ ഒരു ക്ലാസ്സിലാണ്. അപ്പൊ ഇതിൽ നമുക്ക് കംഫർട്ട് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നതാണ് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് കാണിച്ചു തരുന്നത്. ആദ്യം നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ്നർ ക്യൂബ് കിട്ടും, അതോടൊപ്പം പെർഫ്യൂമും കിട്ടും. ഈ സോഫ്റ്റ്നർ ക്യൂബ് നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാത്രം ആദ്യം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കുന്നു. 1 ലിറ്റർ കംഫർട്ട് എങ്ങനെ നിർമ്മിക്കുക എന്നതാണ് കാണിക്കുന്നത്. 1 ലിറ്റർ കംഫർട്ട്. ഓക്കെ, ഓക്കെ. വെള്ളം അത്യാവശ്യം ചൂടായതിനു ശേഷം നമ്മുടെ ഈ സോഫ്റ്റ്നർ ക്യൂബ് അതിലേക്ക് ഇടുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഓക്കെ, അതിനുശേഷം സോഫ്റ്റ്നർ ക്യൂബ് ഇതിലേക്ക് ഇടയാണ്. സോഫ്റ്റ്നർ ക്യൂബ് ഇടയാണ്. ശേഷം തന്നെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് വേണ്ടി വരും ഇത് റെഡിയായി വരാൻ. അത്രയും നേരം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു മെഴുക് പോലത്തെ ഒരു കണ്ടന്റ് ആണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ലയിച്ചു ചേരുന്നതാണ്. ഫുള്ള് അലിഞ്ഞ് വരുമ്പോ നല്ല. ഇനി ഇതിന് നമ്മുടെ ഈ പെർഫ്യൂം ആഡ് ചെയ്യണം. ഇതൊന്നും ആഡ് ചെയ്യൂല. അടുത്തത് തണുത്തതിന് ശേഷമാണ് ഈ പെർഫ്യൂം ആഡ് ചെയ്യുന്നത്. കാരണം ഈ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് പെർഫ്യൂം ഒരിക്കലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കിട്ടും. നല്ല അത്യാവശ്യം നല്ല ചൂടിലാണ്. ഇപ്പൊ കട്ടി കുറവാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാവും. പിന്നെ അതിനുശേഷം പെർഫ്യൂം നമുക്ക് അടുത്ത് തണുത്തതിന് ശേഷം പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കംഫർട്ട് വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് കംഫർട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ പെർഫ്യൂം എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. പെർഫ്യൂം കുറച്ച് ഒഴിച്ചോളൂ. ഓക്കെ, നല്ല തിക്കായിട്ടുണ്ട്. പെർഫ്യൂം കൂടെ ഫുള്ള് ഒഴിക്ക് പെർഫ്യൂം. പെർഫ്യൂം ഒഴിച്ച് ഓക്കെ, ഇതിനൊന്ന് ഇളക്കുകയാണ്. കാരണം ആ ചൂടോടുകൂടെ പെർഫ്യൂം ഒഴിക്കരുത്. നല്ല തണുത്ത് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി പായസം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി മണം, കംഫർട്ടിന്റെ മണം. നമ്മളിതിൽ കുറച്ച് കളറൂടെ ചേർത്തിട്ടുണ്ട്. കംഫർട്ട് പ്യൂർ വൈറ്റ് ആണ്. അപ്പൊ ഇതിൽ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് വാട്ടർ കളറാണ്, ഈ ഓറഞ്ച് കളറ് ലൈറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറിൽ. ഇനി ഇതിനെ എന്ത് ചെയ്യാ, പാക്ക് ചെയ്യാ, സെയിൽ ചെയ്യാ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.